പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ മക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉപവാസത്തിൻ്റെ 10ാമത്തെ ദിവസമാകുന്നല്ലോ. ഇതിൻ്റെ ഉത്സാഹത്തിൽ നമ്മൾ ലൂക്കോസിൻ്റെ പുസ്തകം 11ാം അധ്യായം 1 തൊട്ട് 13 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു ശിഷ്യന്മാരെ യഹോവയോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവർ പഠിപ്പിക്കുന്നത്. അതിനെയാണ് നമ്മൾ ലോർഡ്സ് പ്രേയർ എന്ന് പറയുന്നത്, യഹോവയുടെ പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത്. ഈ പ്രാർത്ഥന എങ്ങനെ ചെയ്യണം, അത് നമ്മൾ ഈ കണ്ടിന്യൂസ് പ്രോസസ്സിൽ അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉൾക്കൊള്ളിക്കേണ്ടത് ആവശ്യമാകുന്നു. ലൂക്കോസിൻ്റെ ഇതിനെ നമ്മൾ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ദീർഘമായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്? യഹോവയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു സ്കെൽട്ടനായിട്ട് നമ്മുടെ മുൻപിൽ നമുക്ക് തന്നിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് എന്താണ് ആദ്യത്തെ വാക്യം പറയുന്നത്? എൻ്റെ പിതാവേ, നീ പവിത്രനാകുന്നു. എൻ്റെ പിതാവേ, നിൻ്റെ നാമം പവിത്രമാകുന്നു. നമ്മളത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ പരിശുദ്ധനാകുന്നു പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ യഹോവയെ നമ്മൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗ്ലോറിയെ നമ്മൾ നേരത്തെ തൊട്ടേ ആ ഗ്ലോറിയെ നമ്മൾ പോഴ്ത്തി പറയുന്നു. അത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിൻ്റെ രാജ്യം വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ എന്താണ് ആഗ്രഹം ഈ ഭൂമിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം സൃഷ്ടിച്ച ഈ സൃഷ്ടിയിൽ എന്താണ് നമ്മളെല്ലാം ആ സൃഷ്ടിയുടെ ആ ഭാഗമാണ്. ആ സൃഷ്ടികർത്തായ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ആഗ്രഹം പ്രയോറിറ്റിയായിട്ട് നടക്കട്ടെ. അത് നമ്മൾ ആദ്യം പറയുന്നത്. മൂന്നാമത് നമ്മളപ്പം എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾ തരുവീൻ എന്നാണ് നമ്മൾ പറയുന്നത്. ദൈനംദിനമായിട്ട് നമുക്ക് ആവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ആവശ്യപ്പെടണം. എന്താ വെച്ചാൽ അത് നമുക്ക് തരാനായിട്ട് യഹോവ നമുക്ക് ബാധ്യസ്ഥനാണ്. നമുക്ക് തന്നിട്ടുണ്ട്, ഇന്ന് വരെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാലാമത് നമ്മൾ പറയുന്നത് എന്താണ്? എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞാൻ ചെയ്തു പോയ തെറ്റുകളും കുറവുകളും ക്ഷമിക്കണേ എന്ന്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പറയുന്നതാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമുള്ളതായി തീരണം, എങ്കിൽ മാത്രമേ ആ പാപം ക്ഷമിക്കപ്പെടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? എന്നെ പരീക്ഷയിൽ നീ അകപ്പെടുത്തല്ലേ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പരീക്ഷയിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗൈഡായിട്ട് നമ്മളെ മാർഗദർശനം തരുന്ന ഒരു വ്യക്തിത്വമാണ് യഹോവ. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടുന്നത്, അതായത് യഹോവയുടെ നാമം പരിശുദ്ധമാകപ്പെടട്ടെ, അതോടൊപ്പം നിൻ്റെ രാജ്യം വരട്ടെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ തരണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞാൻ എൻ്റെ ശത്രുക്കളോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ തന്നെ എൻ്റെ പാപങ്ങൾ നീ ക്ഷമിക്കണമേ എന്ന് അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നത്, എന്നെ പരീക്ഷയിൽ അകപ്പെടുത്തല്ലേ. ഈ 5 കാര്യങ്ങളാണ് ഈ ലോർഡ്സ് പ്രേയറിൻ്റെ അകത്തുള്ളത്. ഈ 5 കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ നമുക്കുള്ളത്. ഈ 5 കാര്യങ്ങളെ നമ്മൾ ആവശ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ഇതിനെ നമ്മൾ ഈ വിഷയം തന്നെ മത്തായിയുടെ സുവിശേഷം 6ാം അധ്യായം 9 തൊട്ട് 13 നോക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഫിലിപ്പിയോസിൻ്റെ പുസ്തകത്തിൽ നമുക്ക് 4ാം അധ്യായം നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ പ്രകാരമാണ്. 4ാം അധ്യായം 6ാം വാക്യത്തിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ റിക്വസ്റ്റും പ്രാർത്ഥനയും നിൻ്റെ അപേക്ഷകളും ഞാൻ നിൻ്റെ അപേക്ഷകളുമെല്ലാം നന്ദിപൂർവ്വം ഞാൻ യഹോവയുടെ മുൻപിലേക്ക് വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അതായത് യേശു ക്രിസ്തു നമുക്കൊരു എങ്ങനെയാണ് നമ്മൾ യഹോവയോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ യഹോവയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിതുണ്ടല്ലോ വളരെ താഴ്മയോടുകൂടി, നിവേദനത്തോടുകൂടി, റിക്വസ്റ്റോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ നമ്മളവിടെ പറയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ താങ്ക്സ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് നമ്മളെ അവിടെ പഠിപ്പിക്കുന്നത്.
നമ്മൾ ഈ ഇങ്ങനെ ഉള്ള പ്രാർത്ഥനകളാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ വിശ്വാസികളായിട്ടുള്ളവർക്ക് ഇത് പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ലൂക്കോസിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 5 തൊട്ട് 8 വരെയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു രാത്രിയിൽ ഒരു വീട്ടിൽ റിലേറ്റീവ്സ് വരുന്നു. അവർക്ക് ആഹാരം കൊടുക്കാൻ ആഹാരമില്ലായിരുന്നു. ആ സമയത്ത് കുറച്ച് ആഹാരമേ ഉള്ളായിരുന്നു. അപ്പം അവിടെ വീട്ടുകാരൻ അയലോക്കത്തെ വീട്ടിൽ പോയി രാത്രിയിൽ ചെന്ന് ശല്യപ്പെടുത്തി അദ്ദേഹം 3 റൊട്ടികൾ ആവശ്യപ്പെട്ടു. ആ റൊട്ടി അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ ആ റൊട്ടി കഴിക്കാൻ പോയപ്പോൾ അയലോക്കത്തെ ആ മനുഷ്യൻ ഉറക്കത്തിലായിരുന്നു. അദ്ദേഹം എണീക്കാൻ തയ്യാറല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നിരന്തരമായിട്ട് അത് കൊട്ടിക്കൊണ്ടിരുന്നു. നിരന്തരമായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ മനുഷ്യൻ ഉണ്ടല്ലോ എണീച്ചിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് അത് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക ചെയ്തു. അപ്പം നമ്മൾ ഈ കൂട്ടുകാരൻ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തെങ്കിൽ യഹോവ നമ്മളെ ഈ ഒരു ഉപയോഗം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് അറിയാമോ? യഹോവയോട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥന ചെയ്യുമ്പോൾ യഹോവ കേൾക്കാറുണ്ട്. യഹോവ നമ്മളോട് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൃഢമായിട്ടും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ദൃഢമായിട്ടും വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യഹോവ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1 തൊട്ട് 8 വരെ നമ്മൾ എന്താണ് കാണുന്നത്? അവിടെ ഒരു അന്യായക്കാരന് ഒരു ജഡ്ജുണ്ട്. അദ്ദേഹത്തിന് ഒരു വിധവ സ്ത്രീയുടെ ന്യായം അദ്ദേഹം വിധിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ്. ആ അന്യായക്കാരൻ ജഡ്ജിൻ്റെ മുൻപിൽ ആ വിധവ സ്ത്രീ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ജഡ്ജിൻ്റെ മുൻപിൽ ദിവസവും പോയി ചെന്ന് അദ്ദേഹത്തിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസവും ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ചെവിക്ക് നിവൃത്തിയില്ലാതെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേട്ട് കുഴപ്പിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സ്ത്രീയുടെ കാര്യം ഞാൻ അങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവർ നാളെയും വരും, ഇങ്ങനെ ദിവസവും വന്ന് എന്നെ ശല്യപ്പെടുത്തു, അതുകൊണ്ട് ഞാൻ അവരുടെ കാര്യങ്ങൾ ചെയ്യും. ഈ അധർമ്മിയായിട്ടുള്ള ഒരു ജഡ്ജ് ഇതേ രീതിയിൽ ഒരു വിധവയുടെ കേസിനെ സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും യഹോവ എന്തുകൊണ്ട് നമ്മുടെ കേസുകൾ സെറ്റിൽ ചെയ്യത്തില്ല? നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന യഹോവ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി നമ്മുടെയൊക്കെ ന്യായം തരികയും ഞങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു യഹോവയാണ് എന്ന് നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 9 തൊട്ട് 13 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ചോദിക്കൂ, തിരഞ്ഞെടുക്കൂ, അതോടൊപ്പം തന്നെ നിരന്തരമായിട്ട് നമ്മൾ നോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിരന്തരമായിട്ട് യഹോവയുടെ വാതിലിൽ നോക്ക് കൊട്ടിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ യഹോവ നമ്മൾ എന്താണെന്ന് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു, അത് നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, അത് യഹോവ നമുക്ക് തന്നിരിക്കുന്നു. വാങ്ങിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥന ചെയ്യുക എന്നാണ് മീനിങ്. നമ്മൾ കണ്ടുപിടിക്കാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ സിൻസിയറിറ്റിയോടുകൂടി നമ്മൾ ശ്രമിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. കൊട്ടുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? നമ്മുടെ ധൈര്യത, നമ്മുടെ പേഷ്യൻസിനെ കളയാതെ നമ്മൾ അവസരം കിട്ടുമ്പോൾ എല്ലാം യഹോവയോട് പ്രാർത്ഥിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഈ സാംസാരികമായിട്ടുള്ള ലൗകികമായ ജീവിതത്തിൽ നമ്മൾ ഒരു പിതാവ് മക്കളോട് നല്ല വസ്തുക്കളെ കൊടുക്കത്തുള്ളൂ. അപ്പം ഒരിക്കലും ഒരു തെറ്റായ സാധനങ്ങൾ ആ കുഞ്ഞിന് കൊടുക്കത്തില്ല. ആ പിതാവിനോട് കുഞ്ഞ് റൊട്ടി ആവശ്യപ്പെട്ടാൽ അവന് കല്ല് കൊടുക്കത്തില്ല. മുട്ട ആവശ്യപ്പെട്ടാൽ അവന് എള്ളിനെ കൊടുക്കില്ല. ഇങ്ങനെ നമ്മൾ ഇത് കാണേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവ് എന്തുകൊണ്ട് നമുക്ക് തരത്തില്ല? സ്വർഗീയ പിതാവ് നമ്മൾ ആവശ്യപ്പെടുന്നത് മനസ്സോടുകൂടി ഹൃദയത്തോടുകൂടി വിങ്ങി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനിത്. ഇതിനെ ജെയിംസിൻ്റെ യാക്കോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പ്രകാരമാണ്. എന്താണ് അവിടെ കാണുന്നത്? നമ്മുടെ ഏതെങ്കിലും ബുദ്ധികൾ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യഹോവയിൽ നിന്ന് ആവശ്യപ്പെടണം. യഹോവ യാതൊരു തടസ്സവും കൂടാതെ നമുക്ക് ഉദാരമായിട്ട് ആ പരിശുദ്ധാത്മാവിനെ വിട്ട് ആ ബുദ്ധി നമുക്ക് തരും. അങ്ങനെ ആ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് നയിക്കേണ്ടത്. നമ്മളെ യാക്കോബിൻ്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുക. യെരമ്യായുടെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ
നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഈ പ്രകാരമാണ്. എന്താണ് അവിടെ 33 മൂന്നാം അധ്യായത്തിൽ നമ്മൾ മൂന്നാം വാക്യത്തിൽ നമ്മൾ 33 അധ്യായം 3 വാക്യത്തിൽ പറയുന്നത്, എന്നോട് പ്രാർത്ഥന ചെയ്യുവിൻ, നിന്റെ ഞാൻ കേട്ടിട്ട് ഞാൻ വലിയതും അതുപോലെ കഠിനമായ കാര്യങ്ങൾ ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കും. നീ അത് നേരത്തെ ഒരിക്കലും അത് മനസ്സിലാക്കേണ്ട. ഇവിടെ പറയുന്നത് യെരമ്യാവ് ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ഭവിഷ്യവാണി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ യെരമ്യാവിനെ ദൈവം പറയുന്നത്, നീ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ, നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ ഭൂമിയിൽ നിനക്ക് വെളിപാട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, നീ ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങൾ ഞാൻ നിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരും. നീ അത് വെച്ച് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബോധവൽക്കരണം ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ പ്രാർത്ഥനയെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ സ്വർഗത്തിൻ്റെ ദ്വാരം അവിടെ വെച്ച് തുറക്കപ്പെടുവാണ്. അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ യഥാർത്ഥ കേന്ദ്രം എന്ന് പറഞ്ഞാൽ യഹോവയെ നമ്മൾ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഹോവയെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് യഹോവയെ കതക് തുറക്കുവാണ്, സ്വർഗത്തിൻ്റെ ദ്വാരം തുറക്കുവാണ്. നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. നമ്മൾ തോക്കാതെ നിന്നുകൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് യഹോവയോട് നമ്മൾ ആവശ്യപ്പെടുന്നു. അത് നമുക്ക് ഈ ലൂക്കോസിൻ്റെ പുസ്തകത്തിൽ 11 അധ്യായം 5 തൊട്ട് 8 വരെ നമുക്ക് ആ വാക്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസത്തോട് നമ്മൾ ചോദിക്കണം. വിശ്വാസത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ ഉത്തമമായ നമ്മുടെ യഹോവ നമ്മൾ ആവശ്യത്തിനെ പൂർത്തീകരിച്ച് നമുക്ക് തന്നിരിക്കും. അത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 9 തൊട്ട് 13 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണമായിട്ട് നമ്മളെ ഒരു പിതാവും എൻ്റെ മകൻ റൊട്ടി ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? യഹൂദന്മാരുടെ റൊട്ടി എന്ന് പറയുന്നത് ചെറിയ സൈസിലെ റൊട്ടിയാണ്. ഈ റൊട്ടിക്കകത്ത് കല്ലിൻ്റെ രൂപത്തിലിരിക്കും. അപ്പം ഒരു പിതാവ് റൊട്ടി കൊടുക്കുമോ? ഇല്ല. പിന്നെ നേരെ മറിച്ച് അദ്ദേഹത്തിന് ഉത്തമമായ പോഷകാഹാരം കൊടുക്കും. അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ പിതാവ് നമുക്ക് എല്ലാ ഉത്തമമായ കാര്യങ്ങളും നമുക്ക് തരുന്നത്. ഒരു കൃഷിക്കാരന് ഒരു പാടത്തിൽ നെല്ല് വിതച്ചതിന് ശേഷം അവൻ മഴ പെയ്യുന്നവരെ അദ്ദേഹം ആ നെല്ല് പാടത്തിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ധൈര്യമായിട്ട് യഹോവയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ നെല്ല് അവിടെ മഴ പെയ്യാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ആണ് യഹോവ പറയുന്നത്, നിൻ്റെ ഹൃദയത്തിൻ്റെ പാടത്തിൽ നീ വചനത്തിൻ്റെ നെല്ല് വഹിച്ചിട്ട് വചനത്തിൻ്റെ നെല്ല് വിതച്ചിട്ട് നീ ധൈര്യപൂർവ്വം നീ ഇരുന്നു കൊണ്ട് അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുവാൻ നീ കാത്തിരിക്കുക. നീ പ്രതീക്ഷയോട് അനുഗ്രഹത്തിൻ്റെ മഴ നിൻ്റെ ഹൃദയത്തിൽ പെയ്യുവാൻ നീ സാധിക്കുക. പവിത്രാത്മാവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കാനായിട്ട് അതിൻ്റെ മഴ പെയ്യുവാൻ നീ കാത്തിരിക്കുക. നിശ്ചയമായിട്ട് നിനക്കത് കിട്ടിയിരിക്കും. ഇതാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. യഹോവയുടെ നമ്മുടെ മുഖ്യ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഇതാണ്. യഹോവൻ നമ്മളെ പറയുന്നത് നിരന്തരമായിട്ട് വിശ്വാസത്തിൽ കൂടി പ്രാർത്ഥിക്കുക, താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുക, നിനക്ക് ഉത്തരം കണിശമായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. നമ്മുടെ 10ാമത്തെ ദിവസമായ ഈ വലിയൊരു ഉപവാസത്തിൽ, ഈ ഗ്രേറ്റ് ലൻറ്റിലിൻ്റെ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ആത്മപരീക്ഷണം നമ്മൾ ചെയ്യണം. ആത്മപരീക്ഷണം ചെയ്യുക പറയുമ്പോൾ എൻ്റെ പാപത്തെ ക്ഷമിക്കപ്പെടണം. എൻ്റെ പാപത്തിനെ ക്ഷമിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പാപം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പാപത്തിനെ നമ്മൾ ക്ഷമിക്കപ്പെടണം. അതിന് നമ്മൾ ആത്മപരീക്ഷണം ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഉപവാസത്തിൻ്റെ സമയത്ത് നിരന്തരമായിട്ട് പ്രാർത്ഥന ചെയ്യുക. അപ്പോൾ നമ്മൾ രാത്രിയിൽ ആ കൂട്ടുകാരൻ അയലോക്കത്ത് പോയി റൊട്ടിക്ക് വേണ്ടി നിരന്തരമായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു നിർത്തി റൊട്ടി വാങ്ങിച്ചതുപോലെ തന്നെ നമ്മൾ ദൈവമായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥന ചെയ്ത് യഹോവയെ വിളിച്ച് നമ്മൾ യഹോവയിൽ നിന്ന് നമ്മൾ ആ റൊട്ടി, ജീവൻ്റെ റൊട്ടി നമുക്ക് കിട്ടുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നത്, ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പവിത്ര ആത്മാവിനെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഉപവാസൻ്റെ സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഭോജനം, നമ്മൾ ആഹാരങ്ങൾ വിട്ടിട്ട് നമ്മൾ ആത്മീയപരമായ ഭക്ഷണം നമ്മൾ നിറഞ്ഞു കിട്ടുവാനായിട്ട് നമ്മൾ അതിനുവേണ്ടി
നമ്മൾ ശ്രമിക്കണം. അതാണ് നമുക്കിന്ന് ആവശ്യം. ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഉപവാസത്തിൽ യെശയ്യായുടെ പുസ്തകം 58 അധ്യായം 6 വാക്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഈ പ്രകാരമാണ്. 58:6 നമുക്ക് കാണുന്ന ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന, നീ ഉപവാസം കൊണ്ട് നീ സന്തോഷിക്കുക. നിൻ്റെ ഉപവാസം കൊണ്ട് ഞാൻ സന്തോഷമുള്ളവനായിത്തീരുന്നു. നിൻ്റെ ഉപവാസം കൊണ്ട് നീ നിൻ്റെ ദാസന്മാരെയും അതുപോലെ കഷ്ടങ്ങൾ സഹിക്കുന്ന വ്യക്തികളെയും അത് അമർത്തപ്പെട്ടതും താഴ്മ ചവിട്ടി വച്ചിരിക്കുന്ന ഈ ദാസന്മാരെ നീ മുക്തരാക്കണം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഈ പറയുന്ന അടിമകളാക്കി വെച്ചിരിക്കുന്ന ഈ ദാസന്മാരെ വിടിയിപ്പിക്കണമെന്നാണ് അവിടെ വെച്ച് പറയുന്നത്. ജോയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഈ പ്രകാരമാണ്. എന്താണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക? 2-ാം അധ്യായത്തിൽ നമുക്ക് 12-13 നമ്മൾ കാണുന്നത് ഈ പ്രകാരമാണ്. നമ്മളവിടെ ഉപവാസത്തിൽ കൂടെ നമ്മൾ പശ്ചാത്തപിക്കണമെന്നാണ് പറയുന്നത്. യഹോവ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഉപവാസത്തിന് സമയത്ത് കരയുകയും നെഞ്ചിടിക്കുകയും മനസ്സിനെ മാറ്റിയെടുക്കുകയും ചെയ്യേണ്ട അവസരമാണ്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ വസ്ത്രത്തിനെ അല്ല വലിച്ചു കീറേണ്ടത്, നേരെ മറിച്ച് നമ്മുടെ ഹൃദയത്തിനെ വലിച്ചു കീറി നമ്മുടെ യഹോവയായിട്ട് നമ്മുടെ മനസ്സിനെ അടുപ്പിക്കുകയും ആ അനുഗ്രഹകാരിയായ ദയാലുവായ വളരെ ലേറ്റായിട്ട് ക്രോധപ്പെടുന്ന ഈ യഹോവയെ നമ്മൾ മുൻപിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ യഹോവയെ നമ്മൾ ആഹ്വാനം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഈ ലൂക്കായുടെ പുസ്തകം 1-1 അധ്യായം 1-13 വരെ നമ്മളെ പഠിപ്പിക്കുന്ന ഈ വിഷയത്തിലാണ്. പ്രാർത്ഥന ഒരു റിലേഷനാണ് യഹോവയുമായിട്ട്, വെറും ഒരു വാക്യമല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് നമ്മളെ പഠിപ്പിക്കുന്നത് യഹോ എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്ന പിതാവാകുന്നു എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിൽ കൂടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവിടെ എഫക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സാധിച്ചെടുക്കുന്നു. നാലാമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഉപവാസത്തിൻ്റെ സമയത്ത് നമ്മൾ യഥാർത്ഥ ആത്മീയമായ വിശപ്പ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഉപവാസത്തിൽ കൂടെ നമുക്ക് ഫിസിക്കൽ വിശപ്പല്ല, നമുക്ക് ആത്മീയപരമായ വിശപ്പ് നമ്മുടെ ഈ 10ാമത്തെ ദിവസത്തിൻ്റെ ഉപവാസത്തിൽ നമുക്കുണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ കൂടി പഠിക്കാനായിട്ട് സാധിക്കുന്നു. ഈ നമ്മുടെ കുടുംബത്തിനും നമുക്കും വ്യക്തിപരമായിട്ടും ആത്മീയപരമായിട്ടും നമുക്കെല്ലാം വളർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ചുരുക്കുന്നു. ഇത് നമുക്കെല്ലാം ഈ നിരന്തരമായ ഈ ഉപവാസത്തിൽ കൂടെ നമുക്ക് സാധിച്ചെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിനെ പൂർണ്ണമായിട്ട് ഒരു റിവല്യൂഷനോടുകൂടി നമ്മൾ പരിവർത്തനം ചെയ്യേണ്ട ഒരു സമയമായി തീർന്നിരിക്കുന്നു. ഈ ലോർഡ്സ് പ്രെയർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രെയറാണ്. നിരന്തരമായിട്ട് പ്രാർത്ഥിപ്പീൻ എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.